ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷസിയ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റഡി വ്ളോഗാണ്. പിന്നെ ഈ സാറ്റർഡേ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനൊന്നും തോന്നത്തില്ല, പക്ഷേ പഠിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ മാത്സ് പഠിക്കുന്നുണ്ട്. മാത്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു ഡ്രോയിങ് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, അതിനകത്താണ് ഞാൻ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സ്കൂൾ തുറന്നതിന് ശേഷം ഞാൻ അധികം ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, സമയമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യണം, അതിനൊക്കെ ഒരു മടിയാണ്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു സ്റ്റഡി വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫോ എന്തെങ്കിലും ഒന്ന് എടുക്കണമെന്ന്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് എടുത്തതാണ്. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഡെയിലി ഇടാറുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ആണെങ്കിൽ പിന്നെ ലോങ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള മടി, പിന്നെ വോയിസ് കൊടുക്കണം, അതിനൊക്കെ ഉള്ളൊരു മടി കാരണം പിന്നെ അങ്ങനെ നീണ്ടു പോവും. അല്ലല്ല, വിഷയത്തിൽ നിന്നൊക്കെ തെന്നി മാറി സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പിന്നെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. ശരിക്കും സ്റ്റഡി വ്ളോഗിലൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അതിനുശേഷം പിന്നെ ഫിസിക്സ് ആയിരുന്നു പഠിക്കാൻ എടുത്തത്. ഫിസിക്സിൽ ഞാൻ മെയിനായിട്ടും പഠിക്കുന്നത് ആ യെല്ലോ കളർ ബോക്സാണ്. അതിനകത്താണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. യെല്ലോ ബോക്സ് മാത്രമല്ല, അല്ലാത്തതിൽ ഞാൻ വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ തോന്നുന്നതൊക്കെ ഒന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഫിസിക്സ് പഠിച്ച് അടച്ച് വെച്ച് പിന്നെ കെമിസ്ട്രി എടുത്തു. പിന്നെ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഞാനിങ്ങനെ ഹൈലൈറ്റർ കൊണ്ട് വരച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഞാൻ സ്റ്റിക്കി നോട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് പെട്ടെന്ന് വായിക്കാമല്ലോ. ശരിക്കും ഞാൻ ഒരു വീഡിയോ എടുത്തപ്പോൾ നല്ല ലോങ് വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിനെ സ്പീഡാക്കി അതിങ്ങനെ അങ്ങോട്ട് ഷോർട്ടാക്കി. എന്നാലും ഇത്തിരിയൊക്കെ ലോങ് ആണ്. അതിനുശേഷം ഇംഗ്ലീഷാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പർ ഇടുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ കോൺവെർസേഷൻ, ലെറ്റർ അങ്ങനത്തെയൊക്കെയാണല്ലോ കൂടുതലായിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി. പിന്നെ സോഷ്യൽ ഒന്ന് വായിക്കാനായിട്ട് എടുത്തു. എന്നിട്ട് ജസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വെച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങോട്ട് വായിച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റൊക്കെ ചെയ്ത് ഞാൻ അടിപൊളിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ടൈം ടേബിളിലുള്ള എല്ലാം ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് പഠിക്കാനുള്ളതൊക്കെ ഞാൻ പിന്നെയും ടേബിളിൻ്റെ പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ബൈ.